മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് രണ്ട് ഇമോഷൻസ് ആണ്, ഫിയറും ഗ്രീഡും. ഇതിലെ ഫിയർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്കിത് നോക്കാം. ദിസ് ഈസ് മീ ആരൻ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റിൽ ആ ഒരു ഫോള് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഈ ഒരു ട്രേഡ്, നിഫ്റ്റിയിൽ ഈ ഒരു ട്രേഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ഓടിപ്പോയി ജോയിൻ ചെയ്യുക. ജസ്റ്റ് ₹999 മാത്രമാണ് ഒരു മാസത്തേക്ക് വരുന്നത്. ഓക്കെ ഫൈൻ. സോ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നാളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇന്നത്തെ ലോ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ലെറ്റ്സ് സേ 23,893 ആണ് വരുന്നത്. ബട്ട് എന്നാൽ 23,900 താഴെ നാളെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് നാളെ ബെയറിഷ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. നാളെ ബുള്ളിഷ് സൈഡിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. ഗ്ലോബൽ മാർക്കറ്റ് നല്ല ഫോളിലാണ്, നല്ല പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഇൻ ദാറ്റ് കേസ് ഇന്ത്യൻ മാർക്കറ്റ് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ ട്രേഡ് മാക്സ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് ട്രേഡിംഗ് ഉണ്ട്, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. എല്ലാവരും വന്ന് ജോയിൻ ചെയ്യുക. സോ നമുക്കിതാണ് നമ്മളുടെ നിഫ്റ്റിയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ തന്നെ ഈ ഒരു ഫോൾ ഗ്യാപ് ഡൗൺ വന്നു, സസ്റ്റെയിൻ ചെയ്ത് നിന്നു. അതുകൊണ്ട് തന്നെ നാളെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ആയിട്ടുള്ള 49,700 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ 49,700 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് നാളെ ബെയറിഷ് ആകാത്തതാണ്. ഇവിടെ നാളെ നമുക്ക് ബുള്ളിഷ് ഇല്ല. നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പ് നമുക്ക് നാളെ ബുള്ളിഷ് ഇല്ല. ബെയറിഷ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അതിൽ തന്നെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ നല്ലൊരു ഗ്യാപ് ഡൗൺ വന്നിട്ട് അത് ഫോളോ ചെയ്താണ് കറന്റ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഇന്നത്തെ ലോ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ലെറ്റ്സ് സേ 22,600 താഴെ 22,600 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ബെയറിഷ് ആകാം. അല്ലാത്ത പക്ഷം നമ്മൾ ട്രേഡ് എടുക്കുകയേ വേണ്ട. കാരണം മാർക്കറ്റ് ഒരു മാർക്കറ്റിൽ നല്ല രീതിയിൽ ഫിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഫോൾ ആകാനായിട്ടുള്ള പ്രോബിലിറ്റി കൂടുതലുണ്ട്. ഈ രണ്ട് ഇമോഷൻസ്, അതായത് ഇപ്പൊ ഫിയറും ഗ്രീഡും രണ്ട് ഇമോഷൻസ് ആണ് മാർക്കറ്റിന് മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഇമോഷൻസിൽ ഏതാണ് സ്ട്രോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫിയർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ ഈ ഒരു ഫോൾ കണ്ടിന്യൂ ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ട്. വാറിന്റെ ഫിയർ ഉണ്ട്, റിസഷന്റെ ഫിയർ ഉണ്ട്, ആൻഡ് കുറെ അധികം ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നമുക്ക് മിഡ് ക്യാപ്പ് എന്ന് നോക്കാവുന്നതാണ്. മിഡ് ക്യാപ്പ് ഗ്യാപ് ഡൗൺ തന്നു, അതും നമുക്ക് നല്ലൊരു ഫോൾ തന്നിട്ടാണ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഞാൻ പേഴ്സണലി പറയുന്നത് ലെറ്റ്സ് സേ ഒരു 12,189 ലെറ്റ്സ് സേ 12,200 താഴെ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ബെയറിഷ് വ്യൂ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ 4 ഇൻഡീസസുകളും നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ബെയറിഷ് വ്യൂ ആയിരിക്കും. ഇത് നാലും നാളെ ഒരു പോസിറ്റീവ് കോറിലേഷൻ തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ബെയറിഷ് സൈഡിലോട്ട് പോകാം, നല്ലൊരു ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നാളെ ചൊവ്വാഴ്ചയാണ്, ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഇത് ഓർത്തിട്ട് വേണം നമ്മൾ ഫിന്നിൽ കൂടുതൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ PN പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ താഴെ കമന്റിലൂടെ അറിയിക്കുക എല്ലാവരും. കാരണം ജസ്റ്റ് ലൈക്ക് ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് കമന്റിലൂടെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു PN പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് തരണോ? ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വാല്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അതനുസരിച്ച് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ചെയ്ത് കൊണ്ട് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ലൈവിൽ കാണാം. സീ യു ദേർ.